ഈ പറഞ്ഞ രീതിയിലാണ് നിങ്ങൾക്ക് തലവേദന വരുന്നതെങ്കിൽ അത് മൈഗ്രെയിൻ ആയിരിക്കാം. കുറെ കാലങ്ങളായി, ഒരുപക്ഷെ മാസങ്ങളോ വർഷങ്ങളോ ആയി തലവേദന നീണ്ടു നിൽക്കുന്നുണ്ട്. എന്നാൽ അവയുടെ ക്യാരക്ടറിൽ കാര്യമായ മാറ്റങ്ങളൊന്നും കുറെ കാലമായിട്ട് വരുന്നില്ല. ഫാമിലിയിൽ പാരന്റ്സിനോ സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു റിലേറ്റീവ്സിനോ മൈഗ്രെയിനിന്റെ ഹിസ്റ്ററി ഉണ്ട്. ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് പരിശോധിക്കുമ്പോൾ ലാബ് ഇൻവെസ്റ്റിഗേഷൻസിലോ CT MRI പോലെയുള്ള പരിശോധനകളിലോ യാതൊരുവിധ ഫൈൻഡിങ്സും ഇല്ല. ഈ രീതിയിലാണ് നിങ്ങൾക്ക് തലവേദന വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് മൈഗ്രെയിൻ അല്ലെങ്കിൽ ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക്, ട്രൈജെമിനൽ ഓട്ടോണോമിക് സെഫാൾജിയ പോലെയുള്ള പ്രൈമറി ഹെഡേക്ക് ഡിസോർഡേഴ്സ് ആവാനാണ് സാധ്യത. പ്രത്യേകിച്ച് കാരണങ്ങളോ അസുഖങ്ങളോ പത്തോളജിക്കൽ ചേഞ്ചസ് ഒന്നും ഇല്ലാതെ വരുന്ന തലവേദനയാണ് പ്രൈമറി ഹെഡേക്ക് ഡിസോർഡർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഡയഗ്നോസ് ചെയ്യാനും ആവശ്യമായ ട്രീറ്റ്മെന്റ് പ്ലാൻ സെലക്ട് ചെയ്യാനും വിശദമായി അവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയുള്ള കേസ് ടേക്കിംഗ് ആവശ്യമാണ്. മൈഗ്രെയിനിന് നിങ്ങളുടെ ലക്ഷണങ്ങൾ മനസ്സിലാക്കി ഓരോ ആളുകൾക്കും അനുസരിച്ചുള്ള ഇഫക്റ്റീവായ ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റ് ലഭ്യമാണ്. ശരിയായി തലവേദന ഡയഗ്നോസ് ചെയ്ത് കൃത്യമായ മെഡിസിൻസ് കഴിക്കുകയും കൃത്യമായ മാറ്റങ്ങൾ ലൈഫ് സ്റ്റൈലിൽ ഫോളോ ചെയ്യുന്നവർക്ക് മൈഗ്രെയിൻ ഇഫക്റ്റീവായ രീതിയിൽ കൺട്രോൾ ആവുന്നതായിട്ട് കാണാറുണ്ട്. ഈ പറഞ്ഞ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് തലവേദന വരുന്നതെന്ന് കമന്റ് ചെയ്യുമല്ലോ. ബൈ.